ഹലോ ഗൈസ്, ഡാർക്കോയിട്ട് ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സീനാണ് ഗൈസ്. നമ്മളിപ്പോൾ കുറച്ച് സൈഡ് വീഡിയോ കാര്യങ്ങളും ഇടാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സീന് പെട്ടേക്കാണ് നമ്മൾ. നമ്മുടെ വണ്ടി ഇറക്കാൻ കാത്തിക്കാന്ന് തോന്നുന്നു നമ്മുടെ ഹേറ്റേഴ്സൊക്കെ പാടെ. അപ്പോൾ നമ്മുടെ ഹേറ്റേഴ്സൊക്കെ പാടെ കൂടിയിട്ട് നമ്മുടെ വണ്ടിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. CPM നമ്മുടെ വണ്ടിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ്സാണ് ഇപ്പോൾ പെട്ടേക്കുന്ന പറഞ്ഞാൽ ചില്ലറ പെടലല്ല, വണ്ടിയുടെ സ്റ്റിക്കർ അയക്കാൻ പറയുമെന്നാണ് എനിക്ക് സംശയം. അപ്പം എന്തായാലും ഇന്ന് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിടിച്ചത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെഡിൽ വന്നിട്ട് പിടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പറഞ്ഞ്, നമ്മൾ വണ്ടി നിരക്കിലിറങ്ങുന്നതിൻ്റെ ഒരു തെളിവ് പോലെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് മറ്റേ പതുക്കെ ഒഴിവാക്കി വിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ വണ്ടി ഫുള്ള് നോക്കിയിട്ട് ഉള്ളിലെ ലൈറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവന്മാർ പോയേക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് ചെന്ന് നോക്കാം കേട്ടോ. അപ്പം ആദ്യം നടക്കുള്ളൂ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ബാക്കി എന്താ കാര്യങ്ങളെന്നൊക്കെ നോക്കാം. നമ്മളെ പിടിച്ചത് വേറൊരാളാണ്. ആള് ഇന്നാണ് ചെല്ലാൻ പറഞ്ഞിരുന്നത് കേട്ടോ. ഒരു സ്റ്റേഷനത്തെ SI ഇന്ന് ചെല്ലാൻ പറഞ്ഞായിരുന്നു. അപ്പം നമുക്കത് ചെന്ന് അവിടെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു നോക്കാം. നമ്മുടെ പുതിയ റേഞ്ച് റോവറിലാട്ടോ നമ്മൾ പോണേ. നമ്മൾ പുതിയ റേഞ്ച് റോവറും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിലാണ് പോകാൻ പോണേ. ഇത് മെയിനായിട്ട് നമ്മൾ ഈ സിറ്റിയിലുള്ള ആരോ എന്നിട്ട് പണിതാണ്, അറിയത്തില്ല. ഇതിൻ്റെ ഉള്ളൊക്കെ നോക്കി ഇൻറ്റീരിയറൊക്കെ അടിപൊളി കേട്ടോ വണ്ടിയുടെ. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും പോയി നോക്കാം, അത്രേ പറയാനുള്ളത്. ആരോ നമുക്കിട്ട് ചെറുതായിട്ടൊന്ന് പണിതാണെന്ന് തോന്നുന്നുണ്ട്. പ്രശ്നമല്ല, പോലീസുകാരെന്തെങ്കിലും സീനാക്കുമെന്നാണ് എനിക്ക് പേടിട്ടോ. സ്റ്റിക്കർ എങ്ങാനും അയച്ചു കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയക്കത്തില്ല കേട്ടോ. സ്റ്റിക്കർ അയക്കത്തില്ല, ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. നമ്മൾ അത്രയും ഹൈ ഗ്രാഫിക്സിൽ എടുത്ത് അടിച്ച, നല്ല ഹൈ ഗ്രാഫിക്സ് തന്നെ അടിച്ച നമ്മളെ സ്റ്റിക്കറാണ്, റാപ്പാണ്. ആ റാപ്പ് നമ്മൾ അങ്ങനെ ഇങ്ങനെയും പൊളിച്ച് കളയത്തില്ല. നമുക്കെന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയേക്കാം. പോലീസ് സ്റ്റേഷൻ ഇവിടെ ഏകദേശം അടുത്താണ് കേട്ടോ. നമുക്ക് അയ്യോ ചെറുതായിട്ടൊന്ന് മുട്ടിയായിരുന്നു കേട്ടോ. ഇല്ല, സീനൊന്നുമില്ല. നമുക്ക് പതുക്കെ വണ്ടി എടുത്ത് പോവാം. പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും വെച്ച് പൊഴിക്കാം. ആ കാണുന്നതിൻ്റെ സൈഡിൽ കയറിയിട്ടാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ വരുന്നത് കേട്ടോ. സ്റ്റേഷനിൽ കയറിയിട്ട് എന്താ പറയണമെന്നും കാര്യങ്ങളും നോക്കാം കേട്ടോ. ഗൈസ്, ഞാനൊരു കാര്യം പറയാം, ഇവിടെ ആളില്ല കേട്ടോ. നമ്മളോട് വരാൻ പറഞ്ഞ സാർ ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മളോട് വരാൻ പറഞ്ഞ സാർ ഇവിടെ ഇല്ല ഗൈസ്. നമ്മുടെ ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് ചെളിങ്ങുണ്ട്, സീനില്ല. നമ്മുടെ വർക്ക്ഷോപ്പ് കൊണ്ട് സെറ്റാക്കാം ഗൈസ്. നമ്മളോട് വരാൻ പറഞ്ഞ സാർ എന്തായാലും ഇവിടെ ഇല്ല. നമുക്ക് എന്തായാലും ഉള്ളിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം. എന്താ സീന് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. സാർ എന്തായാലും ഇവിടേക്ക് വിളിച്ച് പറയാതിരിക്കില്ല. നമ്മൾ നല്ല രീതിയിലാണ് അവരോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മളൊരു പ്രശ്നത്തിനും കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല. അപ്പം എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ക്യാമറ സീനാവുമോ എന്ന് ഡൗട്ടാണ് കേട്ടോ. എന്താ പറയുക, ഇവിടെ ആരും കാണാനില്ല കേട്ടോ. ഇവിടെ ആരും കാണാനില്ല. ക്യാമറ കൊണ്ടാവൽ പ്രശ്നമാവുമോ എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ക്യാമറ ഓഫാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ക്യാമറ ഓഫാക്കാൻ പറഞ്ഞിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാറ് വിളിച്ച് പറഞ്ഞിരുന്നു, മറ്റേ ആള് ഫയൽസ് എന്തോ നോക്കാൻ പോയേക്കാണ്. ഫയൽസ് എന്തോ നോക്കാൻ പോയേക്കാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, സാറ് വരട്ടെ. എന്തായാലും നമ്മൾ പിടിച്ച സാറല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമ്മളെ വന്ന് വണ്ടി ചെക്ക് ചെയ്ത് പോയ സാറല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ വേറെ ഓഫീസറാണ്. അപ്പോൾ ഗൈസ്, അതായത് സാറ് പറഞ്ഞേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റേ സാറ് വിളിച്ചായിരുന്നു. മറ്റേ സാർ എന്തൊരു തിരക്കപ്പെട്ട്, അതുകൊണ്ട് ഇന്ന് ഇതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ നാളെ ബസ്സായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ, അതായത് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പേക്ക് നാളെ ബസ്സായിട്ട് വരാനാണ് പറഞ്ഞേക്കുന്നു. എന്നിട്ട് തീരുമാനിക്കും സ്റ്റിക്കർ പറിക്കണോ വേണ്ടേന്ന്, അതായത് റാപ്പ് പറിക്കണോ വേണ്ടേന്നൊക്കെ എന്നിട്ട് തീരുമാനിക്കും. ഫൈനും കാര്യങ്ങളും ഇപ്പോൾ ഇട്ട് തന്നിട്ടുണ്ട്. ഫൈൻ നമ്മളെന്തായാലും അടച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കങ്ങനെ നമ്മുടെ വണ്ടിമേ കൂടുതൽ റിസ്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫൈൻ അടച്ചു. പറഞ്ഞ ഫൈൻ നമ്മൾ അടച്ച് 2.25 ലക്ഷം എന്തോ പറഞ്ഞ് നമ്മൾ അടച്ച്, ഒന്നും നോക്കിയില്ല, നമ്മളത് അടച്ചിട്ടോ. നമുക്ക് നമ്മുടെ വണ്ടിയാണ് മുഖ്യം. ഇനിയിപ്പോൾ നാളെ നമ്മുടെ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ പാർട്ട് 2 ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ നാളെ വണ്ടി കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വണ്ടി കൊണ്ട് വരാട്ടോ, നമ്മളെ ബസ് കൊണ്ട് വരാം ഗൈസ്. റാപ്പ് എങ്ങാനും അയച്ച് കളയാൻ പറഞ്ഞാൽ പിന്നെ ഇവരായിട്ട് നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതാണ് പ്രശ്നം. നമ്മളെന്തായാലും ഫുഡും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഡോണറ്റ്സ് കയറിയിട്ട് എന്തെങ്കിലും തിന്നിട്ട് പോവാം. നമ്മുടെ വീട് ഇവിടെ സിറ്റിയിൽ, നമ്മുടെ ചെറിയൊരു വീടുണ്ട് കേട്ടോ. സിറ്റിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ അടുത്ത് വാങ്ങിച്ചിട്ടൊരു വീടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടൊന്ന് തൽക്കാലത്തിന് നിൽക്കാം. ഇനിയിപ്പോൾ ഈ കേസും കൂട്ടാൻ കഴിയുന്നവരെ നമ്മൾ ഇവിടെ തന്നെ കേട്ടോ. നമ്മൾ സിറ്റി 1 തന്നെ ആയിരിക്കും.
നമുക്കെന്തായാലും ബോണസ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടോ. ഇവിടെ കല്ലായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ നല്ല വിശക്കുണ്ട്. രാവിലെ നീച്ചപ്പോൾ തന്നെ ഈ കേസ് അറിഞ്ഞ് പെട്ടെന്ന് പോകുന്നു. എന്തായാലും നമ്മുടെ വണ്ടിക്ക് നല്ലൊരു പണിയാണ് കിട്ടിയേക്കുന്നത്. സീനൊന്നുമില്ല, നമ്മളെങ്ങനെയൊക്കെ സെറ്റാക്കാൻ നോക്കും. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് വരാം. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടിയിലെ സ്റ്റിക്കർ നമ്മൾ ഒരിക്കലും ഉരത്തില്ല. ഒരിക്കലും ഉരത്തില്ല. കാരണം നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് ഇറക്കിയ വണ്ടിയാണ്. റിവ്യൂലും കാര്യങ്ങളും വെച്ച് വൈബാക്കി ഇറക്കിയ നമ്മുടെ ട്രാവൽസിൻ്റെ ഒരു വണ്ടി കൂടെയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ സ്റ്റിക്കർ ഒരിക്കലും നമ്മൾ അഴിക്കാൻ ഒരു ഇതല്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മളെ വണ്ടി ഓടാതെ നമ്മൾ നിരത്തിൽ ഇറക്കാതെ വെക്കും. അങ്ങനെ ആയാലും കുഴപ്പമില്ല. നമ്മുടെ വണ്ടിയുടെ സ്റ്റിക്കർ നമ്മൾ ഒരിക്കലും അഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ക്യാഷും കാര്യങ്ങളും കൊടുത്ത് ഒതുക്കാൻ പറ്റുമോ ഇല്ല നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരൊപ്പം ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ നിയമത്തിന് മുമ്പിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ എത്ര ക്യാഷ് എറിയാനും വേണ്ടെങ്കിലും ക്യാഷ് എറിയാനും നമ്മൾ തയ്യാറാണ്. എത്ര ക്യാഷ് എറിയാനും നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇവിടെ നമ്മുടെ ചെറിയ വീഡിയോ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ എന്തായാലും വീഡിയോ എടുത്ത് നമുക്ക് വൈൻഡപ്പ് ആക്കാം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ ഉടനെ തന്നെ വരുന്നേ കിട്ടും. അപ്പോൾ നാളെ വണ്ടി കൊണ്ട് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഇപ്പോൾ എന്തായാലും നാളെ മറ്റന്നാളായിട്ട് വരും. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.